ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മൊത്തമായി കാണുക. കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഇൻവിറ്റേഷനോ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. LDC എക്സാം കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ കയ്യിൽ കാശില്ലാത്തതിനാൽ മാത്രം പുതിയൊരു ബാച്ചിൽ ജോയിൻ ചെയ്യാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ, അതേപോലെ തന്നെ നിലവിൽ ഒരു ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെ PSC കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ PSC പഠനം അവസാനിപ്പിച്ചവർ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് 2022 മുതൽ 2025 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ഓരോ ചോദ്യങ്ങളും അതിൻ്റെ 4 ഓപ്ഷനുകളും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു PYQ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടൊരു ഉദ്യോഗാർത്ഥി ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പോൾ ഏകദേശം 5ഓളം മാസങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു മാസം നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടതിന് ശേഷം നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ ചോദ്യ പേപ്പറുകൾ എന്നുള്ളതാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 7 എണ്ണമാണ് 2024 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ LDC ബൈ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ LGS ക്വസ്റ്റ്യൻ പേപ്പറുകൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്ഷനുകളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താണ് പഠിച്ചു പോകുന്നത്. 10th പ്രിലിംസ് 2024 ചോദ്യ പേപ്പറുകൾ, ഖാദി ബോർഡ് LDC മെയിൻസ് 2024, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 2024, LGS മെയിൻ എക്സാം യൂണിവേഴ്സിറ്റി ഇൻ കേരള 2024, ലാബോറട്ടറി അറ്റൻഡർ മെയിൻസ് 2024, സീമാൻ 2024, ഫീൽഡ് വർക്കർ ഹെൽത്ത് 2024, ഫാം വർക്കർ 2024, ആംബുലൻസ് അസിസ്റ്റന്റ് 2024, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 2024, കൂലി വർക്കർ മെയിൻസ് 2024, അസിസ്റ്റന്റ് കമ്പൈലർ 2024, കാവടി സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2 ആയ എക്സെട്ര 2024, ഫീമെയിൽ വാർഡൻ ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റന്റ് 2024, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2024, ഓഫീസ് അറ്റൻഡന്റ് കേരള ബാങ്ക് 2024, ഖാദി ബോർഡ് LDC സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 5 വരെ, ആയ LGS പിയൂൺ വാച്ച്മാൻ സെക്യൂരിറ്റി ഗാർഡ് 2023, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ലാബ് അസിസ്റ്റന്റ് LD ക്ലർക്ക്, അതേപോലെ തന്നെ ക്ലേ വർക്കർ 2023. ഇത്രയും ചോദ്യ പേപ്പറുകളും അതിനോടൊപ്പം തന്നെ 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനൊപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ്, നിങ്ങൾക്കറിയാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഓരോ മാസത്തെയും മന്ത് വൈസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ജാനുവരി കംപ്ലീറ്റ് ചെയ്തു, ഫെബ്രുവരി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്തത് പോകുന്നത് മാർച്ച് ആണ്, മാർച്ച് കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മൾ 2024 PSC ബുള്ളറ്റിനിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കറണ്ട് അഫയേഴ്സ് അതും നമ്മൾ ചെയ്ത് സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഓരോ മന്ത് വൈസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് വൈസ്, അതായത് ഓരോ ജില്ലകളിലും ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളത് സോർട്ട് ചെയ്ത് ഓരോ ജില്ല വൈസും നമ്മൾ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഓരോ സംസ്ഥാനത്തും ഏറ്റവും കൂടുതലായിട്ട് ഏതൊക്കെ പദ്ധതികളാണ് വന്നത്, അതേപോലെ തന്നെ ഏറ്റവും പുതിയ ഏതെങ്കിലും പദ്ധതികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നാഷണൽ പാർക്ക്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നിലവിലെ കറണ്ട് അഫയേഴ്സ് സീരീസ്, അതായത് ഡിസ്ട്രിക്ട് വൈസും അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ PSC ബുള്ളറ്റിനിൽ നമുക്കറിയാം ഒരു മാസം 2 PSC ബുള്ളറ്റിനാണ് വരുന്നത്. ആ 2 മാസം, അതായത് ഒരു 2 ആഴ്ചയിൽ, അതായത് ഒരു മാസത്തിൽ 2 ആഴ്ചയാണ് PSC ബുള്ളറ്റിൻ.
ആ 2 PSC ബുള്ളറ്റിനും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 55ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ 4 ഓപ്ഷനും വെച്ചാണ് നമ്മളിപ്പോൾ PYQ ഡിസ്കഷൻ, ഇമ്പോർട്ടന്റ് PYQ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിഗ്രി ലെവൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുകയാണ്, പഠിക്കുകയാണ്, അതേപോലെ തന്നെ എന്താണ് സെറ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ 4 ഓപ്ഷൻസും പഠിച്ചു പോകാം. അല്ലെങ്കിൽ എന്താണ് നിലവിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസറുമായിട്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് അതിന്റെ 4 ഓപ്ഷനുകളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇനി നമുക്കൊന്നും പഠിക്കാനില്ല. കാരണം PSC തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പോൾ ആ ഒരു ട്രാക്കിലൂടെ മാത്രം നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ സിലബസിനേക്കാൾ കൂടുതൽ മാർക്ക് പെട്ടെന്ന്, അതായത് ടോപ്പിക് വൈസ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കയറുന്നത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 25 കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 10 പൈസ മുടക്കില്ല. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും ഇപ്പോൾ നിലവിൽ റീസെന്റ് ആയിട്ട് പോകുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് പോകുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു ബാച്ച് പോകുന്നുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ്, അതായത് ഈ പറയുന്ന പ്രിലിംസിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി PYQ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബാച്ചുകൾ ഓൾറെഡി നമ്മൾ റണ്ണിങ് ആണ്. അതിന്റെ കൂടെയാണ് നമുക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പുതിയൊരു ബാച്ച് കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും ടോപ്പിക് വൈസ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കും. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പല പല ഏരിയാസിലൂടെ നമ്മൾ കടന്നാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് നമുക്ക് റാങ്കിലേക്ക് വരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു, കാരണം ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് സാറേ PYQ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഞങ്ങൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ പറയുന്ന PYQ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ LDC 7 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ചോദിച്ച ചോദ്യ പേപ്പറും അതിന്റെ അനുബന്ധ വസ്തുതകളും വച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ കൂടാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടിക്കോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി നമുക്ക് വിത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമുക്ക് റിവിഷൻ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളൂ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.